നിങ്ങളൊക്കെ ഓണം എങ്ങനെയാണ്? കാരണം കുറച്ചു കാലം മുന്നേ വരെ ചിലപ്പോൾ സെലിബ്രിറ്റി ഓണം ഒന്നും ആയിരിക്കില്ല. സോ സെലിബ്രിറ്റി ഓണം നിങ്ങളുടെ എങ്ങനെയാണ്? പറയൂ. എനിക്ക് ഓണം എന്ന് പറഞ്ഞ എപ്പോഴും നൊസ്റ്റാൾജിയാണ്. ഓണം ഓണം പൊന്നോണം, ഊഞ്ഞാലിൽ ആടണം. ഇവരുടെ ആദ്യത്തെ ഓണം, ഒരു ടീമും കൂടെ അവരുടെ ആദ്യത്തെ ഓണം. അതെ, പിന്നെ 26ാമത്തെ ഓണം ഒരുമിച്ച്. വാട്ട് യു മീൻ? ഞങ്ങളുടെയാണ് ആദ്യത്തെ ഓണം. ഞങ്ങളുടെ എല്ലാ ഓണവും ആദ്യത്തെ ഓണമാണ് ഞങ്ങൾ. അങ്ങനെ പറയണ നിതയുടെ അപ്പച്ചൻ പറഞ്ഞാണ്. ചേച്ചി പറയൂ. അപ്പോൾ ഓണം വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ കുറേ കസിൻസ് കണ്ണൂർ സൈഡിലായിരുന്നു. ഞങ്ങളെല്ലാവരും ആലപ്പുഴ. അപ്പം ഒന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ആലപ്പുഴ വരും, അല്ല കണ്ണൂർ പോകും. പിന്നെ പ്രായം ഇപ്പോൾ ഒരു കോളേജൊക്കെ എത്തിയ സമയത്ത് ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടിലാക്കിയിട്ട് നമ്മളെല്ലാ ഫാമിലി അവിടെ കൂടിയിട്ട് ചില്ലയും എന്ന് പറയാൻ ഒരു ദിവസം എന്തായാലും പരിപാടികളുണ്ട്. ഇവർക്കൊക്കെ ഓണത്തിന്റെ ദിവസം വീട്ടിലിരിക്കാൻ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല, ഒരു 15 കൊല്ലമായിട്ട് ഓണത്തിന് ഇന്നുവരെ വീട്ടിലിരുന്നിട്ടില്ല. ഈ ഓണത്തിന് ഇരിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, ഈ ഓണത്തിന് ഇല്ല, ഇവനെയും ഇരുത്തുന്നില്ല. ഇനി ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളുടെ അടുത്തുണ്ട്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ നാളുകൾ കപ്പിൾസായിട്ട് ജീവിച്ച നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് അല്ല, ഒരു അഡ്വൈസ് എന്താണ്? ശാന്തമായ കുടുംബജീവിതത്തിന് മക്കളെ ഭാര്യമാര് പറയണാണ് സമ്മതിച്ചേക്കണം. അഞ്ജു ചേച്ചിക്ക് ഒരു കാര്യം അറിയണ്ടേ? നിങ്ങൾ ഈ വരുന്ന ഓഗസ്റ്റില് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷം. എന്റെ വയസ്സ് പൂരം. ഇവന്റെ വയസ്സ് കേട്ടാ. ഇത് എന്നോട് ചോദിച്ചത് നന്നായി, പ്രോമിയോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് പറയാൻ അറിയില്ലായിരുന്നു. അല്ല, ഇപ്പതേ ചോദിക്കുന്നു, നീ ഇത് ചെവി ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് രണ്ടുപേർക്ക്? എനിക്ക് എന്റെ വയസ്സ് പറയണം. എനിക്ക് വയസ്സ് പറയാൻ മടിയൊന്നുമില്ല. എനിക്ക് എന്റെ 40. പിന്നെ വാട്ട് യു മീൻ? Don't be so naughty bro, come on. എനിക്ക് 38 കറക്റ്റ്. ചേട്ടൻ ഷോയില് വരുമ്പോ എനിക്കുണ്ട് 5 വയസ്സ്. എനിക്ക് ഈ ചിങ്ങത്തില് 35+. ഞാൻ ഫ്രഷ് ഫീൽഡിൽ വന്നിട്ടുള്ള വർഷമല്ല ചോദിച്ചേ. അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഗംഗാധര. ഒരു ആങ്കർ പറയാണ് ഈ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് 5 വയസ്സുണ്ടായിരുന്നു. അതല്ലേ, നീ ഇത് 18 ആവുന്നേ ഉള്ളൂ. പ്രായത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. ആ ചോദ്യം മാറ്റി കളഞ്ഞു. ഓക്കെ, നമുക്കൊരു പാട്ട് പാടി ഒത്തു തീർപ്പാക്കിയാലോ? അഞ്ജു ചേച്ചി അപ്പൊ റെഡി? ഇതേ പാട്ടിന്റെ മധുരത്തോടു കൂടി നമുക്കൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ഇറങ്ങിയ ഒരാൾ ഇവിടെ ഉണ്ട്. അഖില, പറയൂ, വിശേഷങ്ങൾ പറയൂ. അത് മാത്രമല്ല, ഇനി ഞങ്ങൾ വരാനിരിക്കുന്ന ഒരു കിടിലം പടം കൂടെ ഉണ്ട്. അപ്പൊ വിശേഷങ്ങൾ പറയാം. അവരാച്ചൻ ആൻഡ് സൺസ് ഇനിയിപ്പോ ഷൂട്ട് തീർന്നിട്ട് ഇറങ്ങാനുള്ള പടം അതാണ്. അതിലെ ബിജു മേനോൻ ചേട്ടനാണ്, പിന്നെ ശ്രീനാഥ് ബാസി, ഗണപതി, അങ്ങനെ ഗ്രേസ് ആന്റണി. ഇപ്പോഴും എവിടെ ചെന്നാലും ഈ പ്രേമലു എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ പിന്നെ അഖില വന്നതാണെങ്കിലും വളരെ റീൽസ് എടുക്കുന്നു, പയ്യ ഗ്രാജുവൽ ഗ്രോത്ത് ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരു കിടിലം പരിപാടിയിൽ നിൽക്കുന്നു. ഇപ്പോഴും ആൾക്കാർ ചെല്ലുമ്പോൾ പ്രേമലുവിന്റെ ആ ഒരു സ്നേഹം എത്രത്തോളം, ഹൗ യു എൻജോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു പ്രേമലുവിനെക്കാളും എന്നെ ആദ്യം ആൾക്കാർ കാണുമ്പോൾ പറയണത് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ആൻഡ് ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതില് അപ്പം നമ്മുടെ സ്ലാങ് തന്നെയാണല്ലോ, നമ്മുടെ കണ്ണൂർ എട പോയിനി വന്നിനാ നിന്നിനാ പോയിനാ. ഈ സാധനം എല്ലാവർക്കും കുറച്ചുകൂടി ആ സമയത്ത് കണ്ണൂർ സ്ലാങ്ങിലുള്ള പടങ്ങളൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. നമ്മുടെ എന്നാ താൻ കേസോട്, തിങ്കളാഴ്ച നിശ്ചയം, അങ്ങനത്തെ. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമാണത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ സ്ലാങ്ങില്ലേ, ആ സ്ലാങ്ങില് ഒരു 2 പേര് ഓണത്തിനെ പറ്റി ഒരു കുറച്ചൊരു നമ്മളൊരു നട്ടര. നിങ്ങൾ മൈക്കിട്. ഓക്കെ. ഓണത്തിന് നിങ്ങളെ വീട്ടിലെല്ലാം എത്ര കൂട്ടാൻ ഉണ്ടാക്കല്? കൊറേ കൂട്ടാൻ വെക്കും. കൂട്ടറി, അവിയല്. നമ്മുടെ നാട്ടില് ബിരിയാണി അല്ലേ? അയ്യോ, ചിക്കൻ വേണോട്ടാ. ചിക്കൻ വേണോ? നിങ്ങളെ വീട്ടിലെല്ലാം എന്താ ഉണ്ടാക്കലെന്നേരം? ചോറ്, സാമ്പാർ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന. ചോറ് വെച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ ചോറ് വെച്ചിട്ട് എന്തെങ്കിലും ഓണപരിപാടിയിൽ ഉണ്ടാവില്ല. ബേക്കപ്പുറൊന്നും പോയിട്ട് കളിക്കൊന്നുമില്ല നിങ്ങള്? കളിയെല്ലാം കുറവ് തന്നെ. ഇപ്പൊ നമ്മളെ നാട്ടിലെ ബയ്യപ്പുറത്തല്ലേ എപ്പോ നോക്കിയാലും എനിക്ക് ആ സിനിമയിലെ ഫേമസ് ആയ ഡയലോഗ് ഒന്ന് കേട്ട കൊള്ളാന്നുണ്ട്. അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.